മുൻപേ അർജുന്റെ വിടവാങ്ങൽ. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ചാണ് ബൈക്ക് യാത്രക്കാരനായ രാമവർമ്മപുരം സ്വദേശി പണിക്ക വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ 22 വയസ്സുള്ള അർജുൻ മരിച്ചത്. മികച്ച റോവർ സ്കൗട്ടിനുള്ള അവാർഡ് ഗവർണറിൽ നിന്നും ഏറ്റുവാങ്ങിയ യുവാവാണ് വിടവാങ്ങിയത്. കഴിഞ്ഞ രാത്രി 7 മണിയോടെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ അർജുന്റെ തലയിൽ നിന്നും ഹെൽമെറ്റ് തെറിച്ചുപോയി. അർജുൻ ഓടിച്ചിരുന്ന ബൈക്കിന്റെ മുൻചക്രം ലോറിയുടെ പിൻഭാഗത്തെ ചക്രങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറി. കനത്ത മഴയുള്ള സമയത്തായിരുന്നു സംഭവം. ഇവിടെ വെളിച്ചക്കുറവുള്ള ഭാഗമാണെന്ന പരാതിക്കിടയിലാണ് ദാരുണ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 19-നാണ് അർജുൻ രാജ്യപുരസ്കാർ റോവർ പുരസ്കാരം രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണറിൽ നിന്നും ഏറ്റുവാങ്ങിയത്. സ്കൗട്ടിംഗ് കഴിവുകളുടെ അടിസ്ഥാനത്തിലും സാമൂഹിക സേവന മികവിനും നൽകുന്ന സംസ്ഥാന പുരസ്കാരമാണിത്. വിവിധ സ്കൗട്ടിംഗ് പ്രവർത്തനങ്ങളിലെ സേവനം, നേതൃത്വം, പ്രാവീണ്യം എന്നിവയുടെ മികവിലാണ് പുരസ്കാരം അർജുനെ തേടിയെത്തിയത്. പീച്ചി വൈദ്യുതോൽപാദന കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരനും കൂടിയാണ് അർജുൻ. വൈദ്യുതി തൂൺ ഒടിഞ്ഞ് കമ്പികൾ ദേഹത്തു വീണ എരുമ ഷോക്കേറ്റ് ചത്തു. നൂലുവള്ളിയിൽ വൈദ്യുതി തൂണൊടിഞ്ഞ് കമ്പികൾ ദേഹത്ത് വീണതിനെ തുടർന്ന് എരുമ ഷോക്കേറ്റ് ചത്തു. നൂലുവള്ളി പടിഞ്ഞാറ്റുമുറി സ്വദേശി മേലേടത്ത് കുമാരന്റെ എരുമയാണ് ചത്തത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. കാറ്റിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് പൊട്ടി വീണ കമ്പി താഴെ റോഡരികിൽ നിന്നിരുന്ന എരുമയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ചെങ്ങാലൂർ 2-ാം കല്ലിൽ തൊഴുത്ത് ഇടിഞ്ഞു വീണ് ഒരു പശു ചത്തു. മറ്റൊരു പശുവിന് പരുക്ക്. വ്യാഴാഴ്ച പുലർച്ചെ പെയ്ത ശക്തമായ മഴയ്ക്കിടെ മഞ്ഞളി ജോസിന്റെ തൊഴുത്താണ് ഇടിഞ്ഞു വീണത്. കോൺക്രീറ്റ് സ്ലാബ് കൊണ്ടുള്ള മേൽക്കൂരയുള്ള തൊഴുത്തായിരുന്നു ഇത്. തൊഴുത്ത് തകർന്നതോടെ 2 പശുക്കൾ സ്ലാബിനടിയിൽപ്പെട്ടു. ഒരു പശുവിന് ജീവൻ നഷ്ടപ്പെട്ടു. 2 മണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് ഒരു പശുവിനെ ജീവനോടെ പുറത്തെടുക്കാനായത്. പശുവിന്റെ കൊമ്പുകൾ ഒടിഞ്ഞുപോയി. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ശക്തമായ മഴയായതിനാൽ അപകടം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. രാവിലെ പാല് കറക്കാൻ എത്തിയപ്പോഴാണ് വീട്ടുകാർ ഈ ദാരുണ സംഭവം അറിയുന്നത്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനെത്തിയിരുന്നു. വടക്കാഞ്ചേരിയിൽ പോലീസിനെ വെട്ടിച്ചു കടന്ന കസ്റ്റഡി പ്രതി വടിവാൾ വിനീത് പിടിയിൽ. ആലപ്പുഴയിൽ നിന്ന് വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയ ഇയാളെ വടക്കാഞ്ചേരിയിലെത്തിച്ചു. കഴിഞ്ഞ മാർച്ച് 25-ന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് വടിവാൾ വിനീത് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടത്. നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ഇന്നലെ വൈകിട്ട് ആലപ്പുഴയിൽ വെച്ച് പിടിയിലായ ഇയാളെ വ്യാഴാഴ്ച പുലർച്ചെയോടെ വടക്കാഞ്ചേരിയിലേക്ക് എത്തിച്ചു. ആലപ്പുഴ ജില്ലാ ജയിലിൽ നിന്ന് വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എസ്കോർട്ട് പോലീസുകാരെ തള്ളിമാറ്റി വിലങ്ങ് ഊരിയ ശേഷം റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്ന് ചാരൽപ്പറമ്പ് ഭാഗങ്ങളിലേക്ക് ഓടി മറയുകയായിരുന്നു. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. രക്ഷപ്പെട്ട പ്രതികളിൽ രാഹുൽ എന്നയാളെ പിന്നീട് വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിലും വടിവാൾ വിനീത് ഒളിവിൽ തുടരുകയായിരുന്നു. ഒടുവിൽ പോലീസ് നടത്തിയ ഊർജിത നീക്കങ്ങൾക്കൊടുവിലാണ് ഇയാളെ വലയിലാക്കിയത്. മലയോരത്തെ മഴക്കാഴ്ചകൾക്ക് നിറച്ചാർത്തു പകർന്ന് പതഞ്ഞൊഴുകുന്ന ചെറുവെള്ളച്ചാട്ടം മനം കവരുന്നു. മഴമേഘങ്ങൾക്ക് കീഴെ പച്ച പുതച്ചുറങ്ങുന്ന കോടശ്ശേരി മലയുടെ താഴ്വാരത്തുള്ള മുട്ടത്തുകുളങ്ങരയിലാണ് ചെറുവെള്ളച്ചാട്ടം കാഴ്ചക്കാരിൽ കുളിരുള്ള അനുഭൂതി നിറയ്ക്കുന്നത്. പാറക്കെട്ടിലൂടെ വെള്ളിച്ചില്ലു വിതറി പതഞ്ഞൊഴുകുന്ന കാട്ടരുവിയാണ് ഇവിടെ വശ്യമനോഹാരിത തീർക്കുന്നത്. കോടശ്ശേരി മലയിലെ നാഗത്താൻ പാറയ്ക്കു സമീപത്തു നിന്നും ഉത്ഭവിക്കുന്ന നീരുറവയാണ് താഴ്വാരത്തെ സ്വകാര്യ റബ്ബർ തോട്ടത്തിലുള്ള പാറക്കെട്ടിലൂടെ പതഞ്ഞൊഴുകി ദൃശ്യവിരുന്നാകുന്നത്. മഴക്കാലത്തു മാത്രം ശക്തിപ്പെടുകയും മഴ ദുർബലമാകുമ്പോൾ നേരത്തെ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് ഈ ചെറുവെള്ളച്ചാട്ടം. പരിസരത്ത് മരങ്ങളും വള്ളിപ്പടർപ്പുകളും വളർന്നു നിൽക്കുന്നതിനാൽ ഹരിതാഭമാണ് ഇവിടം. വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദൂരദിക്കുകളിൽ നിന്നുള്ളവരടക്കം നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്.